ഹലോ ഗായ്സ്, നമ്മൾ കോഴിക്കോട് ഒരു കല്യാണം കൂടാനായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ കൊല്ലത്തെ കല്യാണവും കോഴിക്കോടെ കല്യാണവും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ട് മൂന്ന് മണിക്കൂറത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ വീട്. ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് കോഴിക്കോടാണ്. അപ്പം അവിടുത്തെ ചേട്ടൻ്റെ കസിൻ്റെ കല്യാണത്തിനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചെറുക്കൻ കൂട്ടർ വന്നായിരുന്നു. ചെറുക്കൻ ആ കാറിനകത്തുണ്ട് ഗൈസ്. ദേ ഈ പോകുന്ന വെള്ളയും ഇട്ടതാണ് ചെറുക്കൻ. പിന്നെ ചെറുക്കൻ വെള്ളയാണല്ലോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് കല്യാണം. അതുകൊണ്ട് തൊട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്താ പിന്നെ ജീവൻ ചേട്ടൻ എന്തോ ഒന്ന് പറഞ്ഞു, അതെനിക്കും മനസ്സിലായില്ല. പിന്നെ ആലോചിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ വെച്ച് കല്യാണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് ടൈമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ബ്രൈഡ് ഹർഷ, ഇതാണ് ചേട്ടൻ്റെ കസിൻ സിസ്റ്റർ. പിന്നെ കോഴിക്കോട് നമ്മുടെ അച്ഛനായിരുന്നു കർമ്മി എന്നല്ലേ പറയാ, കർമ്മി. എനിക്ക് തോന്നുന്നു ഇവിടം തൊട്ടാണ് ചടങ്ങുകൾ മാറി തുടങ്ങുന്നതെന്ന്. കാരണം ഇവർ മഞ്ഞച്ചട യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആ മാലയിലോട്ട് താലിയിട്ട് പെണ്ണിൻ്റെ കഴുത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കൊട്ടും മേളമൊന്നും ഇല്ലാത്തൊരു താലികെട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ താലികെട്ടിന് കൊട്ടും മേളമൊന്നും ഇല്ല അത്ര. പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങളും കയറി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ദേ ഇവിടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പറമ്പിൽ കുറേ കസേരയൊക്കെ ഇട്ട്, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അധിക ചിലവുകളാണ്. ഇവിടെ എനിക്ക് അത്രയും ചിലവായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് സദ്യയിലോട്ട് പോകാം, എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം.
ആദ്യം ഉപ്പ് വന്ന്, പിന്നെ അച്ചാർ വന്ന്, പിന്നെ പച്ചടി ഇട്ട്, അവിയൽ വന്ന്. ഇപ്പം എല്ലാം എനിക്ക് സിമിലറായിട്ട് തോന്നി. പിന്നെ നോക്കിയപ്പോൾ ബിരിയാണി റൈസ് വന്നു. എനിക്കിവിടാണ് കൺഫ്യൂഷൻ തുടങ്ങിയത്. പിന്നെ സാമ്പാർ വന്ന്, അത് തീയൽ പോലെ ഇരിക്കുന്ന സാമ്പാറാണ് ഗൈസ്. പിന്നെ ഒരു മഞ്ഞക്കറി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം വന്നു. ഇതാണ് ഇവിടുത്തെ കല്യാണ സദ്യ. സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ആണെന്നാണ് അതാ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. പിന്നെ സദ്യയൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പായസവും കുടിച്ച്. പിന്നെ ഇവിടെ മലപ്രദേശം ആയതുകൊണ്ട് കല്യാണത്തിന് വരുന്നതും പോകുന്നതും ജീപ്പിലാണ് ഗൈസ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് സദ്യയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുക. വീട്ടിൽ എത്തിക്കഴിഞ്ഞ് ലിജിയേച്ചി എന്തൊക്കെയോ പറഞ്ഞ്, അതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നേരെ നമ്മൾ കുറച്ച് റീൽസ് എടുക്കാനായിട്ട് പോയി. റീൽസൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് കുറച്ച് ടച്ചപ്പൊക്കെ ഒന്നും കൂടെ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തിറങ്ങി നമ്മൾ നേരെ ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ചെക്കൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.